ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പേളിമാണിയും മെറീന ഈ ഇഷ്യൂ ആണ് എല്ലാ വീഡിയോകളിലും അല്ലെങ്കിൽ എല്ലാ ചാനലുകളിലും ഇപ്പോൾ ചർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോകൾ. അപ്പോൾ ഞാൻ മാത്രം അതെന്തിനാണ് ചെയ്യാതിരിക്കുന്നതെന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതിനകത്ത് എൻ്റെ വേർഷനായിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ക്ലിപ്പുകളോ സംഭവങ്ങളോ ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഓൾറെഡി ഇതെല്ലാം കറങ്ങി എല്ലായിടത്തും എത്തിക്കഴിഞ്ഞതാണ്. എനിക്ക് തോന്നുന്ന എൻ്റെ ചില നിഗമനങ്ങൾ കൺക്ലൂഷൻസ് മാത്രമാണ് ഞാനിതിൽ പറയുന്നതെന്ന് പറയുന്നത്. അതിലെനിക്ക് ഒന്നാമത്തെ തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്തിപ്പം എല്ലാവരും ഒരു ഭാഗം ആൾക്കാർ മെറീനയുടെ കൂടെ നിൽക്കുന്നുണ്ട്, മറുഭാഗം പേളിമാണിയുടെ ഒപ്പം നിൽക്കുന്നുണ്ട്. ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഇതാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പേളിമാണിക്ക് ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ട് എന്നുള്ള രീതിക്കാണ് മെറീന പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യമേ തന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ, പേളിമാണിക്ക് പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടായതുകൊണ്ടാണ് ആ ഇൻ്റർവ്യൂവിൽ അവർ ഈ പറയുന്ന ഇൻ്റർവ്യൂ ചെയ്യാതിരുന്നത്, അവരതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത് എന്ന് ഈ മെറീന പറയുന്നത് ശരിയാണെങ്കിൽ അതേ പേഴ്സണൽ ഗ്രഡ്ജല്ലേ 2017 നടന്ന ഇഷ്യൂവിനെ ഇത്രയും കാലം മനസ്സിൽ കൊണ്ട് നടന്ന് 2024 ആയപ്പോഴത്തേ അത് പുറത്ത് വിടുന്നത്? അത് പേഴ്സണൽ ഗ്രഡ്ജ് അല്ലേ? അത് മനസ്സിൽ ഒരു വിദ്വേഷം ഇല്ലാത്തത് കൊണ്ടാണോ? ഇനി മെറീന പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആ വോയിസ് ക്ലിപ്പൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് ക്ലിപ്പ് ഇടാൻ വയ്യ, കാരണം എല്ലാവരും അത് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം പറയുന്നൊരു കാര്യമുണ്ട്, അതായത് എനിക്ക് പ്രത്യേകിച്ച് അവരെ ഉപദ്രവിക്കണമെന്നോ അങ്ങനെ അവരുടെ പേര് പറയണമെന്നോ എനിക്ക് വന്നിരുന്ന് അത് സംസാരിക്കണമെന്നോ എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരു താല്പര്യം ഇല്ലാത്ത വ്യക്തിയാണോ അല്ലെങ്കിൽ 2017 നടന്നൊരു ഇഷ്യൂവിനെ ഇത്രയും വർഷക്കാലം മനസ്സിൽ കൊണ്ടു നടന്ന് അവർ പല രീതിക്കായി കഴിഞ്ഞു. അവർ ഒരുപാട് മെച്ചേർഡായി കഴിഞ്ഞു. രണ്ടുപേരും പല സാഹചര്യത്തിലായി കഴിഞ്ഞിട്ടുണ്ട്, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം ഒരു ഇഷ്യൂ ഇല്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അത് മനസ്സിൽ കൊണ്ടു കിടന്ന് ഇന്ന് ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഈ ഒരു സാഹചര്യത്തെ മാത്രം പറഞ്ഞു വിട്ടെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അവർ കറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. എന്നെ കാണാൻ പോലെ സിമിലർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതെന്ന് ഓൾറെഡി അവർ പറഞ്ഞു കഴിഞ്ഞു. അപ്പം തന്നെ ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ ഇത് കൂടുതൽ എങ്ങനെയാണ് അവരെ ടാർഗറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അവരെ ഇട്ട് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നെന്ന് മെറീന പറയുന്നതിൻ്റെ അടിസ്ഥാനം നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? രണ്ടാമത്തെ കാര്യം, വീണ്ടും ഒരിടത്ത് പേളിമാണി തന്നെയാണ് എന്ന് അല്ലെങ്കിൽ അവരെ തേച്ചൊട്ടിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായി അവരടുത്തത് കൊടുത്തു കഴിഞ്ഞു. അതായത് ഇപ്പം കുറേ മോട്ടിവേഷനൊക്കെ പറഞ്ഞ് നടപ്പുണ്ടെന്ന്, അതിനകത്ത് തന്നെ കൃത്യമായിട്ട് അവരോടുള്ള പേഴ്സണൽ ഗ്രഡ്ജ് മെറീൻ അവിടെ കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ ഏകദേശം രണ്ടുപേരും ആ പേളിമാണിയുടെ കാര്യത്തിൽ പറഞ്ഞത് ഇവർ പറഞ്ഞു വെക്കുന്നത് ശരിയാണെങ്കിൽ രണ്ടുപേരും ഇപ്പോൾ ഈക്വലായിട്ടല്ലേ നിൽക്കുന്നത്. പിന്നെ എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാതെ ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഈ പറഞ്ഞ കമൻ്റ് ഇടുന്ന ആൾക്കാർ, ഇതിനകത്ത് ഇപ്പോൾ പേളിമാണി വന്നിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് സത്യമാണെന്ന് തെളിഞ്ഞിട്ട് പോലും വീണ്ടും അവരെ കുറ്റം പറയുന്ന ഈ മെറീന വീണ്ടും എന്തൊക്കെയോ വോയിസ് റെക്കോർഡ് ബാക്കി കാര്യങ്ങൾ അങ്ങനത്തെ ചാനലൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ അതെനിക്ക് മനസ്സിലാവാത്തതെന്ന് പറഞ്ഞാൽ ഓൾറെഡി 2015 മുംബൈ ടാക്സി അത്തരത്തിൽ ഏതോ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഞാനത് കണ്ടിട്ടില്ല. ആ സിനിമയിൽ കാസ്റ്റ് ചെയ്യുന്നത് പേളിമാണീനെ ആയിരുന്നു. പേളിമാണീനെ പിന്നെ മാറ്റിയിട്ടാണ് മെറീനയെ അതിനകത്ത് ചൂസ് ചെയ്തത്. അപ്പോൾ ഓൾറെഡി പേളിമാണിക്ക് അതിൽ പേഴ്സണൽ ക്രെഡിറ്റ് വന്നു കഴിഞ്ഞു എന്നാണ് ഇവർ പറയുന്നതെന്ന് പറയുന്നത്. ഇത് മറ്റേതോ ആർട്ടിസ്റ്റ് ഇവരടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഓൾറെഡി ഇവരുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ആ സമയത്താണ് 2017 ഇത്തരത്തിൽ ഇൻ്റർവ്യൂ വരുന്നത്. അതിൽ ഒരു വട്ടം വിളിച്ചു ക്യാൻസൽ ആവുന്നു, 2 വട്ടം വിളിക്കുന്നു ക്യാൻസൽ ആവുന്നു, മൂന്നാമത്തെ ഫ്ലവേഴ്സിലെ കട്ടുറുമ്പ് എന്ന് പറയുന്ന പ്രോഗ്രാമാണെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ മൂന്നാമത്തെ വട്ടമായപ്പോഴത്തേക്ക് ഇനി എന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് നാണക്കേടാണ്, കാരണം എനിക്ക് ഓൾറെഡി ബാക്കി മേക്കപ്പ് അങ്ങനത്തുള്ള കോസ്റ്റ്യൂം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് സെറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്, അപ്പോൾ എനിക്ക് ഒരുപാട് പ്രശ്നമാണ് അതെന്നുള്ള കാര്യം അവർ പറഞ്ഞ സമയത്ത് എൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റർ അങ്ങനെ എന്തോ നിൽക്കുന്ന ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് പേളിമാണി ഉണ്ടാക്കിയ പ്രശ്നമാണ്, കാരണം അവർക്ക് നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഇത് നീട്ടിക്കൊണ്ട് പോയെന്ന്. പക്ഷേ ഇപ്പം തന്നെ വെളിപ്പെട്ടൊരു കാര്യമാണ്, പേളിമാണി ഇൻസ്റ്റഗ്രാമിനകത്ത് പോസ്റ്റ് ഇട്ട കാര്യമാണ്, ഇത് ഓൾറെഡി എല്ലാവർക്കും സത്യമാണെന്ന് വെളിപ്പെട്ട കാര്യമാണ്. ഇതിനകത്ത് ഈ ഒരു വ്യക്തി, അതായത് മെറീന എന്ന് പറയുന്ന വ്യക്തി ഇൻ്റർവ്യൂവിൽ വരുന്ന ആ ടൈം തൊട്ട് പിന്നീട് ഒരിക്കലും ആ ചാനലിൽ പേളിമാണിനെ നമുക്ക് ആങ്കറായിട്ട് കാണാൻ കഴിയത്തില്ല. അതിനകത്ത് ലക്ഷ്മി നക്ഷത്രമാണ്. അപ്പോൾ ഓൾറെഡി കോമൺ സെൻസ് ഉള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് മെറീനയായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യമല്ല. കാരണം നമ്മുടെ നിലനിൽപ്പാണ് ഓരോ ആൾക്കാരെ, ഇനി എത്ര പണക്കാരായി ജനിച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് സ്വന്തമായിട്ടൊരു പേരെടുക്കുക എന്നൊരു സംഭവം ഉണ്ടല്ലോ, സ്വന്തമായിട്ടൊരു നിലനിൽപ്പുണ്ട്, നമുക്ക് സ്വന്തമായിട്ട് ഇൻകം ഉണ്ടാക്കുക, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ അവർ ആങ്കറിങ് ചെയ്യുന്നത്, ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ പോയതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തി വെറും ഒരു പേഴ്സണൽ ഗ്രഡ്ജിൻ്റെ പേരിൽ മാത്രം ആ ഒരു ചാനലിലെ ആങ്കറിങ് പദവി അല്ലെങ്കിൽ ആ ഒരു സംഭവം ഇട്ടെറിഞ്ഞിട്ട് പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അവർ തന്നെ ഇപ്പം വെളിപ്പെടുത്തിയ കാര്യമാണ്. അതിനകത്ത് പേയ്മെൻറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ ഇഷ്യൂവിനെ തുടർന്നാണ് ഞാൻ ആ ജോലി ഇട്ടിട്ട് പോയെന്നുള്ള കാര്യം പറഞ്ഞു. അവിടെ തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഇവർ പറയുന്ന കാര്യം, ഇതിന് പുറത്ത് വെച്ച് പലപ്പോഴും പേളിമാണിനെ കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ബന്ധത്തോടെയാണ് ഇവർ വന്ന് മിണ്ടുന്നത്. എനിക്ക് ആ സമയത്ത് അതങ്ങോട്ട് ലോജിക്ക്
ലോജിക്ക് അതുകൊണ്ട് ശരിയാവുന്നില്ല. കാരണം അവരുടെ ഉള്ളിലാണ്, മെറീനയുടെ ഉള്ളിലാണ് ഈ ഒരു സംഭവം കിടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മെറീനയുടെ ക്യാരക്ടർ നല്ലതാണെങ്കിൽ, ഞാൻ പറയുന്നത് പേളിമാനിനെ കുറ്റം പറയുന്ന രീതിക്ക് പോകുന്നത് അത് ശരിയല്ല, ഇത്തരത്തിൽ പെരുമാറുന്നത് ശരിയല്ലെങ്കിൽ ഇവർ ചെയ്ത് എന്താണ്, ഓപ്പൺ ആയിട്ട് 7 വർഷം ഉണ്ടായിരുന്നു, ഇതിനുള്ളിൽ എത്രയൊക്കെ സമയങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അവർ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് മനഃപൂർവ്വം ഇട്ട് കൊടുക്കുന്നതിന് പകരമായിട്ട് ഒരു സെക്കൻഡിൽ എപ്പോഴെങ്കിലും കണ്ട സമയത്ത് ഇതിനൊരു ക്ലാരിഫിക്കേഷൻ വരുത്താനല്ലേ നല്ലൊരു വ്യക്തി ശ്രമിക്കുക എന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് ഇത്രയും ഈ പക മനസ്സിൽ കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞപ്പോൾ ആരാ ചെയ്തിരിക്കുന്നത്? ഇനി അടുത്തൊരു കാര്യം, ഒരു സിനിമയ്ക്കകത്ത് ചാൻസ് നഷ്ടപ്പെട്ട് മെറീന കയറിയതിൻ്റെ പേഴ്സണൽ ഗ്രഡ്ജ് എന്നാണ് ഇവർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് അവരെ കാണാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് പറഞ്ഞു വെക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇവർ തന്നെ അടുത്തത് ഇട്ടിരുന്ന കാര്യമുണ്ട്. പേളിമാണിയുടെ കല്യാണത്തിന് പോലും മെറീനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഭയങ്കരമായിട്ടല്ല ഞാൻ ക്ഷണിച്ചത്. അപ്പോഴും വീണ്ടും വരെ നെഗറ്റീവ് ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പോസിറ്റീവ്സിനെയും നെഗറ്റീവ് സൈഡ് ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മെറീന തന്നെയാണ്. അത് കേട്ട സമയത്ത് എനിക്കൊരു അലവസരമാണ് തോന്നിയെന്ന് പറയുന്നത്. കാരണം അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ, അത്രയും പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടായി ഒരു പ്രോഗ്രാമിൽ ഇൻ്റർവ്യൂ ചെയ്യാൻ പോലും താല്പര്യപ്പെടാത്തൊരു വ്യക്തിയാണെങ്കിൽ, ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് കല്യാണം പോലൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അതിനെ നമുക്ക് ശത്രുവായിട്ട് തോന്നുന്നൊരു വ്യക്തിയെ വിളിക്കുമെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? അപ്പം അവിടെ പോലും അത് പൊരുത്തക്കേടാണ് സംഭവിക്കുന്നതെന്ന് പറയുന്നത്. ഇവരുടെ ഉള്ളിൽ തോന്നി ആ ഒരു സംഭവത്തെ നേരത്തെ ആരൊക്കെയോ പറഞ്ഞ്, ഒന്നാമത്തെ കാര്യം ഫിലിം ഇൻഡസ്ട്രിയാണ്, ഇവിടെ ഒരുപാട് റൂമേഴ്സ് ഉണ്ടാവും, ഒരുപാട് തരത്തിലുള്ള കള്ളക്കഥകൾ പറഞ്ഞുണ്ടാക്കുന്ന ആൾക്കാരാണെന്ന് നമുക്ക് മനസ്സിലായ കാര്യമാണ്. അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും. ഓരോ ആൾക്കാരുടെ നിലനിൽപ്പിന് വേണ്ടി പല രീതിക്കും ആശ്രത്വം ഇങ്ങനെ, അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആലോചിച്ചാൽ മാത്രം മനസ്സിലാവും എത്ര തരത്തിലുള്ള കാര്യങ്ങൾ വരെ നടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരാൾ പറഞ്ഞു എന്നുള്ളത് മാത്രം വിശ്വസിക്കാതെ ഓപ്പണായി ചോദിക്കുക എന്ന് പറയുന്ന സംഭവമാണ്. അല്ല അപ്പുറത്തേക്ക് ഒരാൾ, നമ്മൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തി അങ്ങനെ പറയുന്നതോ ആ വ്യക്തിയുടെ നമ്മൾ ചെവി കൊണ്ട് കേൾക്കാത്തൊരു കാര്യമാണെങ്കിൽ വേറൊരു വ്യക്തി നമ്മുടെ അടുത്ത് വന്ന് പറയുന്ന സമയത്ത് അത് വിശ്വസിച്ച് ഈ പറയുന്ന പൊട്ടത്തരം കാണിക്കുന്ന ആൾക്കാരെ എനിക്ക് അത്ര ഇഷ്ടമുള്ള വ്യക്തിയല്ല. എന്നെക്കുറിച്ച് വേറൊരാൾ വന്ന് പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് മറ്റൊരാൾ എൻ്റെ അടുത്ത് വന്ന് പറയുകയാണെങ്കിൽ ശരിയെന്ന് ഞാൻ പറഞ്ഞു വിടത്തേ ഉള്ളൂ. ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേൾക്കണം അവൾ അങ്ങനെ പറഞ്ഞിരുന്നു എന്നാൽ മാത്രമേ ഞാൻ അതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വരത്തുള്ളൂ. അതല്ല അത്രയും വലിയ വൃത്തിയായിട്ടൊരു കാര്യമാണ് പറയുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ അവരോട് നേരിട്ട് പോയി ചോദിക്കും, നീ ഇങ്ങനെ പറഞ്ഞിരുന്നോ? അതല്ലാതെ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നിട്ട് കാണുന്ന സമയത്ത് വീണ്ടും വീണ്ടും ചിരിച്ച് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ക്ലാരിഫിക്കേഷൻ വരുത്തുള്ള മെറീനയുടെ ഉത്തരവാദിത്വമായിരുന്നു. ആ ഉത്തരവാദിത്വം ചെയ്യാതെ ഇന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വന്നിരുന്ന് അവരുടെ ഈ പറയുന്ന സെയിം ആണ് കാണാൻ, അല്ലെങ്കിൽ മോട്ടിവേഷൻ പറഞ്ഞ് നടക്കുന്നവരാണ്, അന്ന് ആങ്കർ ആയിരുന്നു, ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല അവരെക്കുറിച്ച് പറയാനെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവിടെ യഥാർത്ഥത്തിൽ എനിക്ക് പേഴ്സണൽ ഗ്രഡ്ജ് ഒരുപാടുള്ളതായിട്ട് എനിക്ക് തോന്നിയത് ഈ വ്യക്തിയോടാണ്. ചെറിയൊരു ഇഷ്യൂ, അത് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു ഇഷ്യൂവിനെ വലുതാക്കി ഇപ്പം വലിയൊരു കോംപ്ലിക്കേഷൻ. നമുക്കറിയാം സോഷ്യൽ മീഡിയ ഭയങ്കര പ്രശ്നമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ വലിച്ചു കീറുന്നതിലേക്ക് ഇട്ട് കൊടുക്കുന്നതിലായാലും പിന്നെ അത് ഭയങ്കര പ്രശ്നങ്ങളായിട്ട് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോസിറ്റീവ് ഇമേജ് മാത്രമുള്ള ഒരാളെ ഒറ്റ സെക്കൻഡ് മതി നെഗറ്റീവ് ആക്കാൻ. ആ നെഗറ്റീവ് പിന്നെ ഒരിക്കലും പോസിറ്റീവ് ആക്കാൻ പറ്റണമെന്നില്ല. അതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ നല്ലവനായിട്ടിരിക്കുമ്പോൾ എല്ലാവരും കാണും, പക്ഷേ ചീത്ത ഒരു കാര്യം നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ പേരിൽ ആരോപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് പോകാൻ വലിയ പാടാണ്, അത് ചെറുതായാലും വലുതായാലും. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കിത് കേട്ട സമയത്ത് ഒരു തരത്തിലും അങ്ങോട്ട് എന്താ പറയുന്നത് ദഹിച്ചില്ല എന്നൊരു സംഭവം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അല്ലെങ്കിൽ എനിക്ക് ഇന്നലെ തന്നെ ഇതിൻ്റെയൊക്കെ വീഡിയോസ് എടുത്ത് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഞാൻ മനഃപൂർവ്വം ചെയ്തിരുന്നത് ഇത് എവിടം വരെ പോകണം, എങ്ങോട്ടെന്ന് പോട്ടെ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോഴാണ് ഇങ്ങനത്തുള്ള കുറച്ച് പോയിന്റ്സ് തോന്നിയെന്ന് പറയുന്നത്. കാരണം നമുക്ക് ഓൾറെഡി ഇങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ കല്യാണം പോലെ അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് ഒരു വ്യക്തി വിളിക്കത്തില്ല. അപ്പോൾ പേളിമാണി ഓൾറെഡി വിളിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയിരിക്കുന്നത് പേളിമാണി ഇപ്പോൾ ഫോൺ വിളിച്ചു വരെ, അത് വേറൊരു ഫ്രണ്ടിൻ്റെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. വിളിച്ച പോഴയുടെ എന്തിനെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് വീണ്ടും അവർ ഇപ്പം ഇതിൻ്റെ നമുക്ക് ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമുക്കൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ആ ഇഷ്യൂവിൻ്റെ പോസിറ്റീവ് സൈഡ്സും കാണാൻ പറ്റും, നെഗറ്റീവ് സൈഡ്സ് മാത്രം കാണും. ചില ആൾക്കാർ എത്ര പോസിറ്റീവ് ഉണ്ടെങ്കിലും അതിനെ മൊത്തം മറച്ചു വെച്ചിട്ട് നെഗറ്റീവ് മാത്രം മതി എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ചില ആൾക്കാരാണെങ്കിൽ അതിൽ ഒന്ന് മാത്രമേ പോസിറ്റീവ് കാണുള്ളൂ, പക്ഷെ അതിനെ ഏറ്റവും കൂടുതൽ എടുത്തിട്ട് അത് ശരിയെന്ന് പറഞ്ഞ് സ്വയം പോസിറ്റീവ് മാത്രം വൈബ് മാത്രം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അത് നമ്മുടെ ക്യാരക്ടറാണ്. അപ്പം ഇതിനകത്ത് പേളിമണി വിളിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞുകൊണ്ട് കൊടുക്കാം, അവളെന്നെ ഇത്ര ഇഷ്യൂ ആയിട്ട് പോലും വിളിച്ചില്ല എന്ന് പറഞ്ഞു കൊടുക്കാം. ഇതിപ്പോൾ വിളിച്ചതും പ്രശ്നമായി, മറ്റാരുടെയോ ഫോണിൽ നിന്നാണ് വിളിച്ചത്. അപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവരുടെ ക്യാരക്ടറിനകത്ത് ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. കാരണം അങ്ങനല്ലല്ലോ പറയാനുള്ളത് തുറന്നത്. എന്നെ വിളിക്കാനെങ്കിലും തയ്യാറായെന്നൊക്കെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു പോസിറ്റീവ് മൈൻഡുള്ള ഒരാളാണെങ്കിൽ പറയത്തുള്ളൂ. ഇത് മൊത്തം നെഗറ്റീവാണ് പറയുന്നത്, ഫുള്ള് നെഗറ്റീവ് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിളിച്ചു, എന്നിട്ട് ലാസ്റ്റ് എന്നോട് പറഞ്ഞതൊക്കെ ഫേക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം മെറീന പറഞ്ഞതിൽ എന്തുവാണ്, എവിടെയാണ് ശരിയായിട്ട് നിങ്ങൾക്കൊക്കെ തോന്നിയത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം
അവർക്കറിയാത്തൊരു കാര്യം, പേളിമാണി പറയുന്നത് അവർ ചെവി കൊണ്ട് കേട്ടിട്ടില്ല. അവിടുത്തെ ഈ പറയുന്ന പ്രോഗ്രാം എന്തോ ആയിട്ടുള്ള ഒരു വ്യക്തി മാത്രം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഓൾറെഡി അവർക്ക് ഇഷ്യൂ ആയിട്ടാണ്, പേയ്മെൻറ്റ് ഇഷ്യൂ ആയിട്ടാണ് പേളിമാണി ഇവിടുന്ന് പോയെന്ന് അവർക്ക് മനസ്സിലായ കാര്യമാണ്. എന്നിട്ടും ആ കാര്യത്തെ വീണ്ടും വീണ്ടും ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇത്രയും വർഷം പലയിടത്തും വെച്ച് അവർ ഭയങ്കര ജോളിയായിട്ടാണ് എന്നോട് സംസാരിച്ചതെന്ന് പറയുമ്പോൾ പോലും അറ്റ്ലീസ്റ്റ് കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് മനസ്സിലാവത്തില്ല ഇവിടെ എന്തോ പൊരുത്തക്കേടുണ്ടെന്ന്. അങ്ങനെ ഒരു സംഭവമില്ലേ? അപ്പോൾ ഓപ്പൺലി ചോദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ ചോദിക്കാൻ പറ്റൂ. നമ്മൾ ഓൾറെഡി അത്തരത്തിലൊരു ക്യാരക്ടർ ആണെങ്കിൽ മാത്രമേ ഇത് മനസ്സിൽ കൊണ്ടുവന്നിട്ട് അവളങ്ങനെ കാണിക്കുന്നു അപ്പോൾ ഞാൻ ചിരിച്ച് കാണിക്കാം. ഇത് തന്നെയല്ലേ ഇവരും ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ ലാസ്റ്റ് പറയുന്നത്, ഇവർ ഫോൺ വെച്ച സമയത്ത് നിങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ എന്തോ സംഭവം എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടാ വെച്ചെന്നുള്ള രീതിക്കാണ് ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പോൾ ഇറങ്ങിയേക്കുന്നതെന്ന് പറഞ്ഞത്. ഇതിനകത്ത് മെറീന പറയുന്ന സംഭവം മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. പേളിമാണി അങ്ങനെ ആണോ പറഞ്ഞത്, എന്തൊക്കെയാണ് അവർ തമ്മിൽ സംസാരിച്ചത് നമുക്കറിയില്ല, ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ സംഭവിച്ചു എന്ന്. അപ്പോൾ ഒരു ഇഷ്യൂവിൻ്റെ ഒരു വശം മാത്രം കേട്ടിട്ട് നമ്മൾ ചുമ്മാതെ അതിനൊന്ന് അനലൈസ് ചെയ്യാനൊരു സംഭവമുണ്ട്. ഇവിടെ എന്തൊക്കെ പൊരുത്തക്കേട്, എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ളത്. ഇപ്പോൾ പേളിമാണി അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടു ഓൾറെഡി, അങ്ങനെ ഒരു പേഴ്സണൽ ഗ്രജ സിനിമയിൽ നിന്ന് മാറ്റി വിളിച്ചതിനകത്ത് ഉണ്ടായിരുന്നെന്ന് തന്നെ ഇരിക്കട്ടെ. അതുകൊണ്ടാണ് അവർ ആങ്കറിങ്ങിൽ നിന്ന് മാറിയെന്ന് തന്നെ ഇരിക്കട്ടെ. അത്രയും കാലം അത്രയും പൈസ കിട്ടുന്നുള്ളത് വെറും ഒരു മെറീനേനെ ഈ പറയുന്ന കണക്ക് എന്ത് പറയുന്നത്, വെറും ഒരു മെറീന, ഇനി അതെടുത്ത് പോക്കല്ലേ, ഈ പറയുന്ന മെറീനെ ഇൻ്റർവ്യൂ ചെയ്യാൻ കഴിയില്ല, എനിക്ക് പറ്റത്തില്ല, എനിക്ക് പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ട്, എൻ്റെ സിനിമ തട്ടിയെടുത്തവളാണ്, അതുകൊണ്ട് എനിക്കിനി വരാൻ പോണ ഈ ആങ്കറിങ് സംഭവം മൊത്തം ഈ ചാനലിൽ നിന്ന് ഞാനങ്ങ് ഇട്ടിട്ട് പോകുകയെന്ന് പറയാൻ അത്രയും മന്ദബുദ്ധിയാണെന്നും ഇരിക്കട്ടെ. അങ്ങനെ നിങ്ങൾ വിശ്വസിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഒരിക്കലും കാണാൻ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയുമായിട്ട് ചേർന്ന് പിന്നെ കല്യാണത്തിന് അവർ വിളിക്കുന്നതെന്ന് പറയുന്നത് ഒന്ന് ആലോചിക്കുക. പുറത്തുനിന്ന് കാണുമ്പോൾ ഇത്രയും കൂളായിട്ട് പോയി സംസാരിക്കുന്നതെന്ന് പറയുന്നത് അത്രയെങ്കിലും ചിന്തിച്ചുകൂടെ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എന്തൊക്കെയോ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. പിന്നെ മെറീന മനസ്സിലാക്കുന്ന കാര്യം, ഈ പറയുന്ന സത്യം എന്താണെന്ന് പോലും അറിയാതെ, ഇപ്പം അങ്ങനെ ആണെങ്കിൽ പോലും, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ പോസിറ്റീവ് മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിനെ മറക്കുക, ക്ഷമിക്കുക, ഞാൻ ഭയങ്കര ഇതാണെന്നാണ് ഇവരുള്ള രീതിക്കാണ് ഇവരുടെ സംസാരം മൊത്തം വന്നിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് മൊത്തം ഒരു നെഗറ്റീവ് വശം ഒളിഞ്ഞു കിടപ്പുണ്ട്. കാരണം ഇത്രയും വർഷം ഇത് മനസ്സിലിട്ട് വലുതാക്കി കൊണ്ടുവന്നത് മെറീനയാണ്. അതുകൊണ്ടാണല്ലോ ഈ ഒരു ഷോയിൽ വന്നിട്ട് ഇത്രയും വലുതായിട്ട് എടുത്ത് എറിഞ്ഞു കൊടുത്തിട്ട് ഞാൻ അവരെ എക്സ്പോസ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ള പൊട്ടത്തരമൊക്കെ വിളിച്ചു പറയുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് തോന്നിയെന്ന് പറയുന്നത്. പിന്നെ ഇനി ഒരു വോയിസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ക്ലാരിഫിക്കേഷൻ വരും, അതും ഇതും വരും. ഇനി എന്ത് തന്നെ വന്നാലും ഞാൻ പറഞ്ഞല്ലോ, പേളിമാണി അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്, ഉറപ്പായിട്ടും തെറ്റാണ്. പക്ഷെ എനിക്ക് അവിടെ അങ്ങോട്ട് എന്താ പറയുന്നത് കിട്ടാത്തൊരു കാര്യം, അങ്ങനെ ഒരു വ്യക്തി ഒരാളെ ആങ്കർ ചെയ്യാൻ പറ്റില്ല എന്നൊരു ദേഷ്യത്തിൻ്റെ പേരിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ആ ഷോ മൊത്തത്തിൽ ക്വിറ്റ് ചെയ്തിട്ട് പോവുമോ? ആ ഒറ്റ കാര്യം മാത്രമാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതുകൊണ്ട് ഈ അവിടെ ഇവിടെയും പോയി കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്ന ആൾക്കാർ കമൻറ്റ് സെക്ഷനിൽ മനസ്സിലാക്കുന്ന വ്യക്തികൾ മനസ്സിലാക്കുക, നമ്മൾ പൊട്ടവേഷം കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ചുമ്മാ. അവർ നാളെ കാണുമ്പോൾ ഹായ് ഹൂഹി പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ ചുമ്മാ നമ്മുടെ സമയം വേസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും.